ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയതും സവിശേഷതകളുള്ളതുമായ ഡീസൽ എഞ്ചിനുകളിലൊന്നായ WDP-3A യെക്കുറിച്ചാണ്. ടോസ്റ്റർ എന്ന സ്നേഹത്തോടെ വിളിപ്പേരുള്ള ഈ ലോക്കോമോട്ടീവിന് വേഗതയുടെയും ശക്തിയുടെയും ത്യാഗത്തിന്റെയും ഒരു കഥ പറയാനുണ്ട്. 1998-ൽ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW വികസിപ്പിച്ചെടുത്ത WDP-3A WDP-2 ക്ലാസ് ലോക്കോമോട്ടീവിന്റെ പരിഷ്കരിച്ച പതിപ്പാണ്. അതിന്റെ പേര് തന്നെ അതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. W ബ്രോഡ് ഗേജിനെയും D ഡീസൽ എഞ്ചിനെയും P പാസഞ്ചർ ഗതാഗതത്തെയും 3A അതിന്റെ ചെന്നൈ എഗ്മോർ മുതൽ കന്യാകുമാരി വരെയുള്ള റൂട്ടിൽ പല്ലവൻ, വൈഗൈ, നെല്ലായി എക്സ്പ്രസ് പോലുള്ള പ്രമുഖ തീവണ്ടികൾ വലിച്ചുകൊണ്ട് ഇത് യാത്രക്കാരുടെ പ്രിയങ്കരനായി മാറി. പിന്നീട് ഈ ലോക്കോമോട്ടീവുകൾ WDP-3A എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ മാറ്റം അതിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തിയില്ല. അതിന്റെ അതുല്യമായ രൂപം കാരണം ടോസ്റ്റർ. എന്നാൽ ഈ എഞ്ചിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രകടനമാണ്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ആൽക്കോ നിർമ്മിത ലോക്കോമോട്ടീവ് എന്ന ഖ്യാതി നേടി. അന്നത്തെ ഏറ്റവും മികച്ച ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾക്ക് ഒപ്പമെത്താൻ ഒരു ഡീസൽ എഞ്ചിന് കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണ്. WDP-3A നിർമ്മാണം വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമായിരുന്നു. 1998-നും 2001-നുമിടയിൽ 44 യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടുതന്നെ ഇത് അത്യപൂർവമായ ഒരു ലോക്കോമോട്ടീവായി കണക്കാക്കപ്പെടുന്നു. 25 വർഷത്തിലേറെയായി ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ദക്ഷിണ റെയിൽവേ, ഉത്തര റെയിൽവേ, മധ്യ റെയിൽവേ എന്നിവിടങ്ങളിൽ ഇത് യാത്രാ തീവണ്ടികൾ വലിച്ചുകൊണ്ട് സേവനമനുഷ്ഠിച്ചു. പുറമേ കാണുന്ന രൂപം പോലെ തന്നെ WDP-3A ഉള്ളിലും കരുത്തുള്ള ഒരു എഞ്ചിനുണ്ടായിരുന്നു. അതിന്റെ 16 സിലിണ്ടർ ആൽക്കോ 251CR ഡീസൽ എഞ്ചിനും കരുത്തുറ്റ ബെൽ ട്രാക്ഷൻ മോട്ടോറുകളും ചേർന്നാണ് ഈ എഞ്ചിന് അവിശ്വസനീയമായ പ്രകടനം നൽകിയിരുന്നത്. ഈ ലോക്കോമോട്ടീവുകളിൽ പലതും ഇപ്പോൾ സേവനത്തിൽ നിന്ന് പിൻവലിക്കുകയും പൊളിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ചില എഞ്ചിനുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. WDP-3A കഥ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ വൈദഗ്ധ്യത്തിന് ഒരു ഉദാഹരണമാണ്. ഈ ടോസ്റ്റർ ട്രാക്കിലൂടെ കുതിച്ചുപാഞ്ഞപ്പോൾ ഡീസൽ ശക്തിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച ലോക്കോമോട്ടീവുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. നന്ദി.